ഓക്കെ, അപ്പൊ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അനലിറ്റിക്കൽ മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെൻ ഡയഗ്രാം അല്ല, അതുപോലെ നമ്മൾ മൂഡ് ആൻഡ് ഫിഗർ മെത്തേഡും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലത്തെ ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് സില്ലോജിസത്തിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. 3 മെത്തേഡ്സ് ആണ് ആക്ച്വലി സില്ലോജിസത്തിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ളത്. വെൻ ഡയഗ്രാം ഉണ്ട്, അനലിറ്റിക്കൽ ഉണ്ട്, മൂഡ് ആൻഡ് ഫിഗർ ഉണ്ട്. മൂഡ് ആൻഡ് ഫിഗറും അനലിറ്റിക്കലും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡയഗ്രാം മെത്തേഡാണ്. കമ്പാരിംഗ്ലി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിന് കാര്യമായിട്ട് തിയറിയും കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്കറിയാം, സർക്കിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ് വെൻ ഡയഗ്രാം വരിക അല്ലെ. സോ ജസ്റ്റ് ഞാനൊന്ന് എങ്ങനെയാണ് ഇതിന്റെ വെൻ ഡയഗ്രാം വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. കൗ, കാറ്, അതുപോലെ ഹൗസ്, ഈ 3ന്റെയും വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക? അതായത് കൗവ്, കാറ്, ഹൗസ്, അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ആദ്യം എന്നിട്ട് ഇതൊക്കെ വരാം അല്ലെ. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഹ്യൂമൺ മെൻ, ഇതിന്റെ അവിടെ ഒരു വുമൺ കൂടി കൊടുക്കാം. ഹ്യൂമൺ മെൻ വുമൺ, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? ഹ്യൂമൺ മെൻ വുമൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹ്യൂമൺ എന്ന് പറയുന്നതിന്റെ ഉള്ളിലാണ് മെന്നും ഹ്യൂമണും വരിക അല്ലെ. മെന്നും വുമണും വരിക എന്താണ്? മനുഷ്യൻ. ഹ്യൂമൺ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിന്റെ സബാണ് എന്ത്? മെൻ, വുമൺ. സോ നമ്മൾ ആദ്യം ഒരു വലിയ സർക്കിൾ വരച്ചു. ഇതിനെ ഹ്യൂമൺ എച്ച് കൊടുക്കാം. ഹ്യൂമൺ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഒരു സർക്കിള് മെൻ എന്ന് പറഞ്ഞിട്ടും അടുത്തൊരു സർക്കിള് വുമൺ എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം അല്ലെ. ഇങ്ങനെ ഇത് കറക്റ്റ് അല്ലേ? ഹ്യൂമൺ വലുതാണ്, അതിന്റെ ഉള്ളിൽ വരുന്നതാണ് മെൻ ആൻഡ് വുമൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ആ ഒരു ഇത് ലോജിക് വെച്ച് നോക്കുമ്പോൾ കൗ, കാർ, ഹൗസ് എന്നുള്ള എങ്ങനെ നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുക? കൗവും കാറും ഹൗസും ഒന്നും ഇന്റർറിലേറ്റഡ് അല്ലല്ലോ. കൗ എന്ന് പറയുന്നതും കാർ എന്ന് പറയുന്നതും ഹൗസ് എന്ന് പറയുന്നതും ഈ 3 തമ്മിൽ ഒരു റിലേഷനും എല്ലാം എന്താണ്? ഒരു ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ വെൻ ഡയഗ്രാം വരയ്ക്കും? ഇത് കൗ, ഇത് കാറ്, ഒക്കെ സർക്കിളാട്ടോ. ദെൻ ഇത് ഹൗസ്. 3 തമ്മിൽ ഒരു കണക്ഷൻ വരും. 3 എന്ത് ചെയ്യും? ഇതേപോലെ വരച്ചു വെക്കും. അത്രേ ഉള്ളൂ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ജസ്റ്റ് ഇപ്പൊ എങ്ങനെ ഇത് വരയ്ക്കാന്ന് മാത്രം കാണിച്ചു തരാം കേട്ടോ. ഇനി ഇപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എടുക്കാം. പെന്ന്, പെൻസില്, ദെൻ സ്റ്റേഷനറി ഷോപ്പ്, അല്ലെങ്കിൽ അവിടെ സ്റ്റേഷനറി. ഇതിനെങ്ങനെ വരയ്ക്കുക? പെന്നും പെൻസിലും എന്തിന്റെ ഉള്ളിൽ വരണതാ? സ്റ്റേഷനറി ഐറ്റംസ് ആണ് അല്ലെ. സോ പെൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാം. പെന്നും പെൻസിലും ഒരു കണക്ഷനും ഇല്ലല്ലോ. പെന്ന് വേറെ ഐറ്റാണ്, പെൻസില് വേറെ ഐറ്റാണ്. സോ രണ്ടും തമ്മിൽ എന്ത് വരാൻ പാടില്ല? കണക്ഷൻ വരാൻ പാടില്ല. ബട്ട് ഇത് രണ്ടും എന്തിൽ വരണതാ? സ്റ്റേഷനറിയുടെ ഉള്ളിൽ വരണതാ. എങ്ങനെ വരയ്ക്കുക എന്നുള്ള ജസ്റ്റ് ഒരു ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇപ്പൊ തരാം. ബോയ്സ്, ദെൻ സ്റ്റുഡൻസ്, ഗേൾസ്. ഈ 3 വെച്ച് നമ്മൾ എങ്ങനെ വരയ്ക്കുക? നോക്കുക, ബോയ്സും ഗേൾസും എന്ത് വരില്ല? രണ്ടും കണക്ഷൻ. അതായത് ഇപ്പൊ ഞാനേ ഇങ്ങനെ ഒരു സർക്കിൾ എ ബി എന്ന് പറഞ്ഞ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ കുറച്ച് എ ബി ആണെന്നും കുറച്ച് ബി എ ആണെന്നും എനിക്ക് പറഞ്ഞുകൂടെ. കാരണം ഈ ഒരു പൊസിഷൻ രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എയും ബിയും വരച്ച് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കുറച്ച് പോർഷൻ ബി ആണെന്നും ബിന്റെ കുറച്ച് പോർഷൻ എ ആണെന്നും പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ബോയ്സും ഗേൾസും എന്താണ്? സെപ്പറേറ്റ് അല്ലേ. എനിക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ഇത് ബോയ്സ്, ബി എന്ന് കൊടുക്കാം. ഇത് കുട്ടിമുട്ട, ഇവിടെ കറക്റ്റ് പോകണം കേട്ടോ, ഇന്റർസെക്ട് ചെയ്യരുതേ. ഇത് ഗേൾസ്. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻസിനെ കൊടുക്കാം. അതായത് സ്റ്റുഡൻസിൽ കുറച്ചാൾ ബോയ്സ് ഉണ്ട്, കുറച്ചാൾ ഗേൾസ് ഉണ്ട്. കണക്ഷൻ മനസ്സിലായോ? ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? കുറച്ച് ഗേൾസ് ബോയ്സ് ആണെന്നും കുറച്ച് ബോയ്സ് ഗേൾസ് ആണെന്നും പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഗേൾസ് ഇനിയിപ്പോ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയും വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ഇതേ സാധനം കുറച്ച് ഇപ്പുറത്തേക്ക് ഞാൻ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ബോയ്സ്, ഗേൾസ് ഇങ്ങനെയും കൊടുക്കാം. അതായത് ഗേൾസും ബോയ്സും എന്താവാൻ പാടില്ല? കണക്റ്റഡ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താ? സ്റ്റുഡൻസിൽ കുറച്ച് പെർസെന്റേജ് ബോയ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാർ ഗേൾസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാം. സിസ്റ്റർ, മദർ, അതുപോലെ വുമൺ. ഈ 3 വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം?
ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ചെയ്യും. ജസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ സിസ്റ്റർ മദർ വുമൺ ഇന്റർ കണക്റ്റഡ് ആയിക്കൂടെ? സിസ്റ്റർക്ക് വേണമെങ്കിൽ എന്താ, മദർ വേണമെങ്കിൽ എന്താവാം, സിസ്റ്റർ ആവാം അല്ലെ. അതായത് മദർ ആയിട്ടുള്ള ആൾക്കാർ ആരുടെങ്കിലും സിസ്റ്റർ ആയിക്കൂടെ, സിസ്റ്റർ ആവാം. ഇതെല്ലാം വുമൺ ആയിക്കൂടെ. സോ വുമൺ എന്ന് പറയുന്ന ആ ഒരു സബ് കാറ്റഗറി, അതായത് സബ് കാറ്റഗറി മെയിൻ കാറ്റഗറി എന്താണ്, വുമൺ. ഇത് രണ്ടും വുമണിന്റെ ഉള്ളിൽ വരണം. സോ വുമൺ വെച്ചു. ഇനി ഈ വുമണിന്റെ ഉള്ളിൽ വരുന്നതാണ് മദർ. ഈ മദറിന്റെ ഒപ്പം തന്നെ വന്നൂടെ സിസ്റ്ററും? അതായത് കുറച്ച് മദർക്ക് എന്താവാം, സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ കുറച്ച് സിസ്റ്റേഴ്സ് എന്താവാം, മദർ ആവാം. ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം എന്തിന്റെ ഉള്ളിലേ വരുള്ളൂ, വുമണിന്റെ ഉള്ളിലേ വരുള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ വരച്ചത് എന്താ, സ്റ്റുഡൻസിൽ തന്നെ ഗേൾസ് വേറെ വരാം, ബോയ്സ് വേറെ വരാം. ഗേൾസും ബോയ്സും ഒന്നല്ല. സോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. ഇവിടെ വുമൺ എന്ന് പറയുന്ന മേജർ കാറ്റഗറിയുടെ സബ് ആയിട്ട് വരുന്നതാണ് മദർ എന്ന് പറയുന്നതും സിസ്റ്റർ എന്ന് പറയുന്നതും. ആൻഡ് മദർ ആൻഡ് സിസ്റ്റർ എന്താവാം, ഇന്റർ കണക്റ്റഡ് ആവാം. അതായത് കുറച്ച് മദറിന് വേണമെങ്കിൽ സിസ്റ്റേഴ്സ് ആവാം, കുറച്ച് സിസ്റ്റേഴ്സ് വേണമെങ്കിൽ മദർ ആവാം. ഇന്റർ കണക്റ്റഡ് ആണ്. ഇനി നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു ലാസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, സോ ഫീമെയിൽ മദർ ഡോക്ടർ. ഇതിനെങ്ങനെ നമ്മൾ വരയ്ക്കുക? ഫീമെയിൽ മദർ ഡോക്ടർ. നമുക്കറിയാം ഫീമെയിൽ എന്നുള്ള കാറ്റഗറിയുടെ ഉള്ളിലാണ് മദർ വരിക അല്ലെ. സോ മദർ എന്നൊരു സർക്കിൾ കൊടുത്തു, ഫീമെയിൽ എന്ന് വേറൊരു സർക്കിൾ കൊടുത്തു. അതായത് ഫീമെയിലിന്റെ ഉള്ളിലേ മദർ വരുള്ളൂ. ഡോക്ടറോ, ഫീമെയിലിന് ഡോക്ടർ ആയിക്കൂടെ? ഫീമെയിൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഡോക്ടർ ആവാം, മദറിനും വേണമെങ്കിൽ ഡോക്ടർ ആവാം. അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽ ആവാം, മദർ ആവാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുക? ഇവിടെ ആലോചിച്ച് നോക്കുക. ഫീമെയിൽ ആവാം, മദറും ആവാം. ഇനി ഇവരല്ലാത്ത ഡോക്ടർമാരും വേറെയും വന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയതിന്റെ ഉള്ളിൽ വരില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മദേഴ്സിന് വേണമെങ്കിൽ ഡോക്ടർ ആവാം, ബട്ട് എല്ലാവരും ഫീമെയിലേ ആവുള്ളൂ. അങ്ങനെ എവിടെയും പറയുന്നില്ലല്ലോ. തന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഞാനൊരു സർക്കിൾ വരച്ചു എന്ന് കൂട്ടുക ഡോക്ടറായിട്ട്. ഇപ്പൊ കുറച്ച് ഡോക്ടേഴ്സ് ഫീമെയിൽസ് ആണ്, കുറച്ച് ഡോക്ടേഴ്സ് അതിൽ മദറാണ്, ആൻഡ് കുറച്ച് ഡോക്ടേഴ്സ് ഇത് പുറത്ത് വരുന്ന ആൾക്കാരാണ്, ഇത് മെയിൽ ആവാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഫുൾഫിൽ ആയി. സോ ഇങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ തന്നിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മദർ എന്ന് പറയുന്നത് എന്തിന്റെ ഉള്ളിലേ വരുള്ളൂ? ഫീമെയിൽ എന്ന കാറ്റഗറിയുടെ ഉള്ളിലെ മദർ വരുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? മദർ എന്ന് വരച്ചിട്ട് അത് ഫീമെയിലിന്റെ ഉള്ളിലാക്കി കൊടുത്തു. കാരണം ഫീമെയിൽസ് എന്ന് പറയുന്ന മേജർ കാറ്റഗറിയുടെ സബാണ് മദർ. അതായത് മദറിന്റെ ജെൻഡർ ഫീമെയിൽ ആണ്. ദെൻ അടുത്ത ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ നമുക്ക് കംപ്ലീറ്റ് മദേഴ്സ് ആണെന്നും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ഫീമെയിൽസ് ആണെന്നും പറയാൻ പറ്റില്ല. ജെൻസ് വരാം, ബ്രദർ വരാം, ആരും വരാം. സോ എന്ത് ചെയ്തു? കുറച്ച് പോർഷൻ മദറിന്റെയും കുറച്ച് പോർഷൻ ഫീമെയിലിന്റെയും എടുത്തു, കുറച്ച് പോർഷൻ പുറത്തേക്കും കൊടുത്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. സം കാറ്റ്സ് ആർ റാറ്റ്സ്. സം കാറ്റ്സ് ആർ റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റുകൾ എന്താണ്? റാറ്റ് ആണ്. അല്ലെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇത് കാറ്റ് ആണ്, ഇത് റാറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പോ കുറച്ച് കാറ്റുകൾ റാറ്റ് ആണ്, കാരണം കണക്ഷൻ വന്നു. കുറച്ച് റാറ്റുകൾ കാറ്റും ആണ്, കണക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ആൾ ബാറ്റ്സ് ആർ ടേബിൾസ്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തണേ? കാരണം തന്നിട്ടുള്ള കാറ്റും റാറ്റുമായിട്ട് ഈ ഒരു സെന്റൻസിന് കണക്ഷൻ ഇല്ല. ഇതെങ്ങനെയാണ് വെൻ ഡയഗ്രാം വരക്കേണ്ടതുള്ള ലോജിക്കൽ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ സം കാറ്റ്സ് ആർ റാറ്റ്സ് ആൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് റാറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ കുറച്ച് റാറ്റ് കാറ്റും ആണ്. സോ നമ്മൾ രണ്ടും എന്ത് ചെയ്തു? ഇന്റർ കണക്ട് ചെയ്ത് വരച്ചു. ഇനി അടുത്ത സെന്റൻസ് പറഞ്ഞത് ഓൾ ബാറ്റ്സ് ആർ ടേബിൾസ്. എല്ലാ ബാറ്റും ടേബിൾ ആണ്. നിലവിൽ നമുക്ക് ഈ കാറ്റ് എന്നും പറഞ്ഞിട്ടില്ല, റാറ്റ് എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സെന്റൻസ് ഇപ്പൊ നമ്മൾ എടുക്കുന്നതിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത എന്താ? ആൾ കാറ്റ്സ് ആർ ബാറ്റ്സ്. എല്ലാ റാറ്റും ബാറ്റുകളാണ്. അതായത് എല്ലാ റാറ്റും ബാറ്റുകളാണെന്ന് പറഞ്ഞാൽ റാറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു. ഇങ്ങനെ ഞാനൊരു സർക്കിൾ വരച്ചു എന്ന് കൂട്ടുക. ഇതിനെ ബാറ്റ് എന്ന് കൊടുത്തു. ഇപ്പൊ എല്ലാ ബാറ്റും റാറ്റ് അല്ലേ? സം കാറ്റ്സ് ആർ റാറ്റ്സ് എന്ന് ആദ്യം കൊടുത്തു. സോ കാറ്റും റാറ്റും പറഞ്ഞു. പിന്നെ പറഞ്ഞത് എല്ലാ റാറ്റുകളും, ഇതാണ് റാറ്റിന്റെ സർക്കിൾ, എല്ലാ റാറ്റുകളും ബാറ്റ് ആണ്. സോ ബാറ്റിന്റെ ഉള്ളിലാണ് റാറ്റുകളുണ്ട്. ഇനി അടുത്തത് എന്താ? ഈ സെന്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നോക്കാം. ആൾ ബാറ്റ്സ് ആർ ടേബിൾ. ഈ എല്ലാ ബാറ്റും എന്താണ്? ടേബിൾ ആണ്. സോ ഈ എല്ലാ ബാറ്റും നമുക്ക് എന്തിലേക്ക് എടുക്കണം? ഈ എല്ലാ ബാറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്തൊരു സർക്കിൾ എടുത്തു. അതാണ് എന്ത്? ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും വന്നില്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് റിലേഷന്റെ വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു. ഫസ്റ്റ് സെന്റൻസ് എന്തായിരുന്നു? സം കാറ്റ്സ് ആർ റാറ്റ്സ്. കുറച്ച് കാറ്റ്, കുറച്ച് റാറ്റ്, രണ്ടും ഇന്റർ റിലേഷൻ ഉണ്ട്. ഇത് ഇന്റർ റിലേറ്റഡ് ആയി പോർട്ടൻ. ഓക്കെ. ദെൻ ആൾ ബാറ്റ്സ് ആർ ടേബിൾ. എല്ലാ ബാറ്റും നമ്മൾ എടുത്തിട്ടില്ല. സെക്കൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പിന്നെ നമ്മൾ എടുത്തില്ലേ? ഓൾ റാറ്റ്സ് ആർ
ബാറ്റ്സ്. എല്ലാ റാറ്റും എന്താണ്? ബാറ്റ് ആണ്. ബാറ്റിന്റെ ഉള്ളിലാണ് റാറ്റ് വരിക. പിന്നെ പറഞ്ഞതോ ഓൾ ബാറ്റ്സ് ആർ ടേബിൾസ്. എല്ലാ ബാറ്റും എന്താണ്? ടേബിൾ ആണ്. അപ്പൊ ടേബിൾ എന്നതിന്റെ പുറത്ത് വരും. ഇങ്ങനെയാണ് പറയുക. ഇനി ഇതിൽ ഏതൊക്കെ കൺക്ലൂഷൻ ആണ് ട്രൂ നമ്മൾ അറിയേണ്ടത് നോക്കാം. സം കാറ്റ്സ് ആർ ബാറ്റ്. ചില കാറ്റുകൾ ബാറ്റ് ആണ്. ആണോ? അതെ, കാരണം ഇത് ഇന്റർ റിലേറ്റഡ് പോർഷൻ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ എന്താ? കാറ്റിന്റെ ആണ്. അത് ബാറ്റിന് വരുന്നുണ്ട്. സോ കറക്റ്റ് ആണ്. ദെൻ ഓൾ ബാറ്റ്സ് ആർ റാറ്റ്. എല്ലാ ബാറ്റും റാറ്റ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഡയഗ്രാം വെച്ചിട്ട് എല്ലാ ബാറ്റും റാറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ റാറ്റും ബാറ്റ് ആണെന്ന് പറയാം. കാരണം റാറ്റ് എന്ന് പറയുന്നത് ബാറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ റാറ്റും എല്ലാ റാറ്റും ബാറ്റ് ആണ് എന്ന് പറയാം. പക്ഷെ എല്ലാ ബാറ്റും റാറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. റാറ്റ് അല്ലാത്ത ബാറ്റ്, ഈ സ്ഥലമൊക്കെ എന്താ? റാറ്റ് അല്ലാത്ത ബാറ്റുകളാണ്. സോ ഇത് തെറ്റാണ്. പിന്നെ ഓൾ ടേബിൾസ് ആർ കാറ്റ്സ്. എല്ലാ ടേബിളും കാറ്റ് ആണ് പറയാൻ പറ്റുമോ? ഇതാണ് ടേബിള്. കാറ്റ് എവിടെ കിടക്കുന്നത്? കുറച്ച് പോർഷൻ മാത്രം. ഈ ഒരു പോർഷൻ മാത്രമാണ് ടേബിളിൽ കാറ്റ് ഉള്ളത്. ഇത്രയും പോർഷൻ ബാക്കി വേറെയാണ്. സോ അതും തെറ്റാണ്. ഇനി എന്താ ലാസ്റ്റ്? ഓൾ ബാറ്റ്സ് ആർ കാറ്റ്സ്. എല്ലാ ബാറ്റും കാറ്റ് ആണ്. ബാറ്റ് എന്ന് പറയുന്നത് ഈ സർക്കിളാണ്. കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ മാത്രം നിൽക്കണതാണ്. ഇത്രയും പോർഷൻ ഉണ്ട്. ഇത്രയും പോർഷൻ എന്താ? വേറെയാണ്. സോ അതും തെറ്റാ. അപ്പൊ കൺക്ലൂഷൻ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. സോ ഓൺലി വൺ ഫോളോസ്. ഉണ്ടോ? ഇല്ല. ഓൺലി വൺ ഫോളോ എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ ആൻസർ എന്താ? നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ അല്ലേ? നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ മൂഡ് ആൻഡ് ഫിഗർ വെച്ച് മെത്തേഡ് വെച്ച് നോക്കുമ്പോഴും പക്കാ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വെൻ ഡയഗ്രാം. ജസ്റ്റ് ഒരു എന്താ പറയാ ഗ്രാഫ്, ഇത് ലോജിക്കലി ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ അറിയണമെന്ന് മാത്രം. ഒരു കാണാപ്പാടം പഠിക്കലോ ടേബിള് കാണാപ്പാടം പഠിക്കലോ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.